Good afternoon, everybody. In the last class, we just discussed about the directive principles of state policy in the Indian Constitution. Today, we are going to discuss about the remaining part of that topic. That is, what do the directive principles contain? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ മെയിൻ കണ്ടൻറ്റ്, അതിൽ എന്തെല്ലാമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. കാരണം ഇതൊരു എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. 8 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ വെച്ച് ചോദിക്കുന്ന സമയത്ത് ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, അതിൽ ഓരോ പോയിൻ്റ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. പാർട്ട് 4 of the Indian Constitution deals with the directive principles of state policy. അപ്പോൾ അത് നമ്മൾ മുൻപേ പറഞ്ഞതാണ്. അപ്പോൾ മുൻപേ പറഞ്ഞ പോയിൻറ്റ്സുകൾ തന്നെയാണ് ഇതിൽ വീണ്ടും ഒന്നും കൂടെ ഒന്ന് പറയുന്നതെന്ന് മാത്രം. പാർട്ട് 4 ആണ് എന്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ട്. There are 16 articles from Articles 36 to 51 dealing with the directive principles of state policy. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ആ പാർട്ടിൽ ആകെ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? 16 ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ തുടങ്ങുന്നത് 36 എന്നാണ്. അത് ഇതുവരെ ഉണ്ട് 51 വരെ. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്, അതായത് നിർദ്ദേശക തത്വങ്ങൾ. അതായത് ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെക്കുറിച്ച് മാത്രമാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്. ഇനി ദേ ആർ ദ കോർ ഓഫ് അവർ കമ്മിറ്റ്മെൻറ്റ് ടു ദ സൈലൻറ്റ് സോഷ്യൽ റെവല്യൂഷൻ. അതായത് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഇറ്റ് ഈസ് ദ സൈലൻറ്റ് സോഷ്യൽ റെവല്യൂഷൻ്റെ ഒരു കോറായിട്ട്, അതായത് സമൂഹത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു നിശബ്ദമായിട്ടുള്ള ഒരു വിപ്ലവമാണ് ശരിക്കും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. They fix certain social and economic goals to be attained through a non-violent social revolution. അപ്പോൾ എന്താണ് ഇവിടെ സോഷ്യൽ റെവല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്? ഏത് രൂപത്തിലുള്ള സോഷ്യൽ റെവല്യൂഷൻ? നോൺ വയലൻ്റ് സോഷ്യൽ റെവല്യൂഷൻ. അതായത് അഹിംസാത്മകമായ രീതിയിൽ എല്ലാവരുടെയും താല്പര്യവും ഇഷ്ടവും സഹകരണവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് സമൂഹത്തിൽ എന്ത് വരുത്തുക? ചില ലക്ഷ്യങ്ങൾ, നന്മ നിറഞ്ഞ ചില ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുക. ചില ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെവല്യൂഷനാണ്, നോൺ വയലൻ്റ് റെവല്യൂഷനാണ് എന്ത് നമ്മളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. Directive principles of state policy are directed toward the establishment of welfare state in India. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ്? വെൽഫെയർ സ്റ്റേറ്റ്. The farmers of the Indian Constitution were influenced in this respect by the Irish. The framers of the Indian Constitution were influenced in this respect by Irish Constitution, which embodies a chapter on directive principles of state social policy. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എവിടെ നിന്ന് ബോറോ ചെയ്തതാണ്, ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്ത ഐഡിയയാണ്? ഐറിഷ് ഭരണഘടനയിൽ നിന്ന്, അയർലൻഡിൽ നിന്നാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്തത്. ഇനി വേറൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് മുമ്പ് പറയാത്ത പോയിൻ്റാണ്. ഇറ്റ് ഈസ് ലൈക്ക് ടു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ആ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ which were issued to the governors and governor general of colonies and to those of India by the British government under the Government of India Act in 1935. അപ്പോൾ ഈ ശരിക്കും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ളത് ഭരണഘടന 1950 ഫോം ചെയ്തപ്പോൾ അതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ഒരു വേർഡ് മുഖേന അതിൽ പ്രതിപാദിച്ച കാര്യമാണ്. പക്ഷെ അതിന് മുമ്പ് ഭരണഘടന ഉണ്ടാക്കാൻ ഏറ്റവും ആധികാരികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഭരണഘടന ഉണ്ടാക്കാൻ ഒരു ഹേതുവായത്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തതിന് കാരണം.
ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഘടകം. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ അന്നത്തെ കോളനികളിൽ ഭരിച്ചിരുന്ന ഗവർണർമാരും അതുപോലെ തന്നെ ഗവർണർ ജനറൽമാരും ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന പേരിൽ ഒരു കാര്യം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്തായത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളായിട്ട് പിന്നെ മാറിയത്. അപ്പോൾ അന്ന് അതിൻ്റെ പേരെന്തായിരുന്നു? ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കോളനികളിലെ ഗവർണർമാരും ഗവർണർ ജനറൽമാരും അവരുടെ ഭരണത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നു. അത് എന്തിൻ്റെ ബേസിൽ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ 1935 പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ബേസിൽ അവർ അഡാപ്റ്റ് ചെയ്തിരുന്നു. അതാണ് എന്തായിരുന്നു പിന്നീട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നപ്പോൾ അതിലേക്ക് മാറിയത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ആദ്യത്തെ ഘട്ടമാണത്. The directive principles of state policy aim at the establishment of welfare state in which justice, liberty and equality prevail and the people are happy and prosperous. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ജസ്റ്റിസ് അല്ലേ, നീതി, ലിബർട്ടി സ്വാതന്ത്ര്യം ആൻഡ് ഈക്വാലിറ്റി സമത്വം, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ എന്തൊക്കെ ജനങ്ങൾക്ക് എന്തൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു? ദേ ആർ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് അല്ലേ, ദേ ആർ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ്. അപ്പം ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വെൽഫെയർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഫോം ചെയ്യാൻ സഹായകമായ ഒരു ഫാക്ടറാണെന്ന് പറയാം. ഇനി ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കോട്ടിങ്സ് ഉണ്ട്. അതായത് ഡോക്ടർ BR അംബേദ്കർ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ? അംബേദ്കർ ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് എ നോവൽ ഫീച്ചർ which constitute a very comprehensive political, social and economic program for a modern democratic state. അതിനൊരു നോവൽ ഫീച്ചറായിട്ടൊരു ന്യൂ ഫീച്ചറായിട്ട് പുതിയൊരു ഐഡിയ ആയിട്ടാണ് ആര് കൊണ്ടുവരുന്ന ഘടകമായിട്ടാണ് ഒരു ഐഡിയ ആയിട്ടാണ് അംബേദ്കർ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കും? ഇറ്റ് ഈസ് എ വെരി കോംപ്രഹെൻസീവ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രാംസ് ഫോർ എ മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലേ. അതായത് സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു പുത്തൻ ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്തെ നിലവിൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നോവൽ ഫീച്ചറായിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ ഡോക്ടർ BR അംബേദ്കർ വിളിച്ചത്. ഇനി നമുക്കറിയാം പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ട് പറയുന്നതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അത് പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഉൾപ്പെടുന്നത് അല്ലേ. ദാറ്റ് ലൈഡ് ദ ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഇന്ത്യ. അപ്പോൾ ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അടിത്തറ രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ. കാരണം അതെന്താണ്? വയലേറ്റ് ചോദ്യം ചെയ്യപ്പെടാനും അതിന് ശിക്ഷ കൊടുക്കാനൊക്കെ കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ അത് ഡെമോക്രസി, ജനാധിപത്യം ഇവിടെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫൗണ്ടേഷൻ സ്റ്റോണാണെന്ന് പറയാം. പാർട്ട് 4 contains a set of positive direction in which provide for a social and economic democracy. ഇനി പാർട്ട് 4 നമ്മൾ പറയുന്നത് എന്താണ്? എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്തിന്? പോസിറ്റീവ് ഡയറക്ഷൻ. ഇത് ഈ ഫൗണ്ടേഷൻ ചെയ്തു നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ. പിന്നെ അതിന് ജനാധിപത്യ രാഷ്ട്രം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പോസിറ്റീവ് ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടർ ആണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സമയത്ത് രാഷ്ട്രം മൊത്തത്തിൽ എന്താണ് എല്ലാ തരത്തിലും അത് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ വെൽഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് മാറും. അതാണ് ഉദ്ദേശിച്ചത്. The directive principles of state policy underlines the philosophy of democratic socialism
വിത്ത് എ ടച്ച് ഓഫ് ഗാന്ധിയൻ ഐഡിയലിസം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അത് എന്തിനെ ഫോളോ ചെയ്യുന്നതാണ്? ഫിലോസഫി ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന കൺസെപ്റ്റിനെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗാന്ധിയൻ ഐഡിയലിസം, ഗാന്ധിജിയുടെ ഐഡിയലിസം ഉണ്ടല്ലോ, നോൺ വയലൻസ്, സത്യ, അതൊക്കെ എന്താണ്, അഹിംസ, ആ കാര്യങ്ങളിൽ, അതായത് എല്ലാവരെയും തുല്യരായി കണക്കാക്കുക, എല്ലാ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രോസ്പെറസ് കിട്ടുക, അങ്ങനത്തെ അത് ഗാന്ധിജി ഉദ്ദേശിച്ച രൂപത്തിലുള്ളൊരു ഇന്ത്യ അത് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതുകൊണ്ടാണ് അതിനൊരു ഗാന്ധിയൻ ഐഡിയലിസവുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഫ്രം സോഷ്യൽ, എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ മാറ്റേഴ്സ് ടു അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തിനും എല്ലാ കാര്യങ്ങളെയും ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വെൽഫെയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ മേഖലകളിലോടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഓക്കെ. They are however neither properly classified nor legally arranged. പക്ഷെ എന്താണ്, ഒരു പ്രോപ്പർലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ തരംതിരിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നോർ ലീഗലി അറേഞ്ച്ഡ്, നിയമപരമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടില്ല. കുറേ കാര്യങ്ങൾ ഭരണഘടനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ എന്താണ്, അത് നടപ്പാക്കിയാൽ എന്താണ്, നല്ല കാര്യമാണ്. അല്ലാതെ അത് 1 by 1 ആയിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഓരോ മേഖലയിലേക്കും ഇന്ന കാര്യങ്ങളൊന്നും ക്ലാസിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ അതിൻ്റെ ലീഗൽ വശങ്ങളൊന്നും ക്ലാസിഫൈ, കാരണം അത് കോർട്ടിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ടാണ്. അപ്പം നമുക്ക് ചുരുക്കത്തിൽ എന്ത് പറയാം? കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ദെയർ നേച്ചർ ആൻഡ് കണ്ടൻസ് ദേ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ പ്രിൻസിപ്പിൾ. നമുക്ക് അതിനെ ഭരണഘടനയിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്തൊന്നുമില്ല, പക്ഷെ അതിൻ്റെ നേച്ചറൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ എന്ത് പറയാം? ഇങ്ങനെ രൂപത്തിൽ, ഏത് രൂപത്തിൽ, ഒരു 3 കാറ്റഗറിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പറയാം. സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ പ്രിൻസിപ്പിൾസ്. സോഷ്യലിസ്റ്റിക് മനോഭാവം, ഗാന്ധിയൻ ഐഡിയലിസവും, അതുപോലെ തന്നെ ലിബറൽ ഉദാരമായിട്ടുള്ള തത്വങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരാശയമാണ് എന്ത്, നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് എന്താണെന്ന് മനസ്സിലായല്ലോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ഇപ്പോൾ ചോദിക്കുന്നത് അത് ഏത് പാർട്ടിലാണ് ഉൾപ്പെടുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയിൽ ഏത് പാർട്ടിലാണ് ഉൾപ്പെടുന്നത്, പിന്നെ അത് ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത് ഐഡിയ, അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള ആ ടേം ഓർത്തേക്കണം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ പറഞ്ഞ ആ കാര്യം അത് ഓർത്തേക്കണം. ഇത്രയേ ഉള്ളൂ. ഗാന്ധിയൻ ഫിലോസഫിയുടെ ബേസ് ചെയ്തിട്ട് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള ഓർത്തേക്കണം. പിന്നെ ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ആണ് ഇനി പറയാൻ പോകുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത് ചാപ്റ്ററിൻ്റെ എൻഡാണ്. ഇതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ ഇതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നും കൂടെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നെഗറ്റീവ് ഇൻ ക്യാരക്ടർ ബട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോസിറ്റീവ് ഡയറക്ഷൻ. അതായത് നെഗറ്റീവ് ഇൻ ക്യാരക്ടർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന മൗലികമായിട്ടുള്ള അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ ഓരോ വ്യക്തിയും എന്താണ് വ്യക്തിക്കും അത് നിർബന്ധമായിട്ടും അവകാശം നേടിയെടുക്കണം. ആ അവകാശത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അവകാശം സാക്ഷാത്കരിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിച്ച് അതുമായിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊരു നെഗറ്റീവായിട്ടുള്ള അതൊരു എൻഫോഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു എല്ലാവർക്കും ഒരു ലിബറൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റല്ല, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അത്
ഓരോരുത്തരുടെ അവകാശമാണ് എങ്കിൽ കൂടിയിട്ടും അത് നിയമത്തിൻ്റെ ഒരു പിൻബലവും കൂടി ഉണ്ടാകുമ്പോൾ അത് ലംഘിക്കപ്പെടുന്ന ശിക്ഷയും അങ്ങനത്തെ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ അതിനൊരു നെഗറ്റീവ് നേച്ചർ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാൽ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. കാരണം അത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ലീഗൽ പ്രോബ്ലംസ് ഇല്ല. പക്ഷേ നടപ്പാക്കിയാൽ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇമ്പോസ് എ സർട്ടൻ റെസ്ട്രിക്ഷൻ ഓൺ ദ പവർ ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ് ആസ്ക് ദ സ്റ്റേറ്റ് നോട്ട് ടു ഡു സർട്ടൻ തിങ്സ്, അല്ലേ? അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം. സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനോട് അങ്ങനത്തെ ആ ഒരു ഗവൺമെൻറ്റിനോട് എന്ത് പറയുക, സർട്ടൻ റെസ്ട്രിക്ഷൻസ് നമ്മൾ പറയണേ. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താ പറയുക, നോട്ട് ടു ഡു സർട്ടൻ തിങ്സ്. എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു വ്യക്തിയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവൻ്റെ അവകാശങ്ങൾ ഇങ്ങനെ ലംഘിക്കപ്പെടാൻ പാടില്ല, അവനക്ക് ഇങ്ങനത്തെ അവകാശങ്ങൾ കൊടുക്കണം. അതൊക്കെ സ്റ്റേറ്റിന് കൊടുക്കുന്ന ഓരോ നിർദ്ദേശങ്ങളാണ്. അപ്പോൾ സ്റ്റേറ്റ് അതങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും, അല്ലേ? അപ്പോൾ അത് ആസ്ക് ചെയ്യപ്പെടും, എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തില്ല എന്ന് സ്റ്റേറ്റിനോട് നമുക്ക് അല്ലെങ്കിൽ കോർട്ടിന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ചില റെസ്ട്രിക്ഷൻസാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ, ആസ്ക് ദ സ്റ്റേറ്റ് ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾ ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് എ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി. അത് എന്താണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ്, ഇത് സ്റ്റേറ്റിനോട് പറയുകയാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുകയാണ്. എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി, രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള ജനാധിപത്യം ഒരു രാജ്യത്തെ സംവിധാനം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിനോട് പറയുകയാണ് നീ ആ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നു. മറ്റേന്ന് പറഞ്ഞാൽ ചില റെസ്ട്രിക്ഷൻസ് കൊടുക്കുകയാണ്, അല്ലേ? ഇനി നെക്സ്റ്റ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റേഷൻ അപ്പോൺ ദി സ്റ്റേറ്റ് ആക്ഷൻസ്. അത് നേരത്തെ പറഞ്ഞത് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ ചെയ്യപ്പെടുകയാണ്. സ്റ്റേറ്റ് ചിലപ്പം എന്താണ് ഈക്വാലിറ്റിയിൽ എന്തെങ്കിലും കോട്ടങ്ങൾ വരുത്തുകയാണെങ്കിൽ, അതായത് വുമണും മെന്നിനുള്ള ഈക്വാലിറ്റിയിൽ അല്ലെങ്കിൽ ചിൽഡ്രൻസിനുള്ള റൈറ്റിൽ എന്തെങ്കിലുമൊക്കെ കോട്ടം തെറ്റിരുന്നെങ്കിൽ അതിനെന്ത് ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടിട്ട്, അപ്പോൾ സ്റ്റേറ്റിന് ഇഷ്ടപ്പെട്ട പോലെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം പോലെ നടപ്പാക്കാൻ പാടില്ല. സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളൊക്കെ കുറച്ചും തന്നെ ലിമിറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെങ്കിൽ എന്താണ്, ആർ ഇൻ ദ നേച്ചർ ഓഫ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. കുറേ നിർദ്ദേശങ്ങളെ ഉണ്ടാവുള്ളൂ. അതെന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പവർ ലിമിറ്റ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ചെയ്തുകൊള്ളൂ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ സ്റ്റേറ്റിന് കൊടുക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ജസ്റ്റിസിബിൾ ഇൻ ക്യാരക്ടർ ഇൻ ദ ഇവൻറ്റ് ഓഫ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ആർ എൻഫോഴ്സിബിൾ ത്രൂ ദ കോർട്ട്സ്. അല്ലാതെ ജസ്റ്റിസിബിൾ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള അവകാശം എന്തിനുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ കോർട്ടിലൂടെ. പക്ഷേ നോൺ ജസ്റ്റിസിബിൾ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, അല്ലേ? If a government does not follow, we cannot approach the court for its implementation. ഒരു ഗവൺമെൻറ് ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നടപ്പാക്കിയില്ലെങ്കിൽ നമുക്ക് കോർട്ടിനെ സമീപിച്ചിട്ട് അത് നിർബന്ധിപ്പിച്ച് നടപ്പാക്കാൻ അവകാശം അല്ലെങ്കിൽ അതിനൊരു നിയമപരമായിട്ടുള്ള വാലിഡിറ്റി ഇല്ല, അല്ലേ? അധികാരം ഇല്ല. കാരണം അത് നോൺ ജസ്റ്റിസിബിൾ ആണ് സാധനം. ഓക്കെ, മാൻഡേറ്ററി ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കമ്പൽസറി ആയിട്ടുള്ള സാധനമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓരോന്നും ലംഘിക്കപ്പെട്ടാൽ അതിൻ്റെ ശിക്ഷകളും അതിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന അതിൻ്റെ പ്രതിവിധികൾ ലീഗൽ വശങ്ങളൊക്കെ 1 by 1 ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കമ്പൽസറി ഫാക്ടർ ആൻഡ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ജസ്റ്റ് ലൈക്ക് എ ഓപ്ഷണൽ ഡയറക്റ്റീവ്സ്. ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഒക്കെ ചെയ്താൽ നല്ലതാണ്, പക്ഷെ ചെയ്തില്ലെങ്കിൽ ലീഗൽ പ്രോബ്ലംസ് ഇല്ല. ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. സിമ്പിളാണ്, പക്ഷേ എക്സാമിന് ചിലപ്പം ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു എസ്സേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എക്സാമിന് വന്നതൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, ആ റൈറ്റ്സ് 8 മാർക്കിനായിട്ടുള്ള എസ്സേ ആയിട്ട് ചോദിക്കും. അത് ഓരോന്ന് ഏത് ആർട്ടിക്കിളിലാണ് ജസ്റ്റ് പറയാം. അതിൽ വരുന്ന സബ് കാറ്റഗറീസ് ഉണ്ടല്ലോ ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും വരുന്നത്, അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. ഓരോന്നിനെ പറ്റി വലിയതാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എസ്സേൻ്റെ ഒരു 8 മാർക്കിനുള്ള അതിൻ്റെ കണ്ടൻറ്റിനനുസരിച്ച്. ഓക്കെ,
പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ടൊക്കെ ഷോർട്ട് നോട്ട് ചോദിക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടും ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞല്ലോ, ആ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് 1976 42nd അമെൻമെൻറ്റ് പ്രകാരമാണ് ഇത് ഉൾപ്പെടുത്തിയത്. അത് ഉൾപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് അങ്ങനെ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ റിട്ടുകളെ പറ്റിയിട്ട് അല്ലേ, നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആണ് പറഞ്ഞത് റിട്ടുകൾ. അപ്പോൾ റിട്ടുകളെ മാത്രമായിട്ട് ഷോർട്ട് ആൻസർ 3 മാർക്കിനൊക്കെ ചോദിക്കുക. റിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ ഈ ചാപ്റ്ററിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നോട്ട്ബുക്കിലൊക്കെ അത് എഴുതുന്ന സമയത്ത് അതിനൊരു പ്രത്യേക മാർക്കൊക്കെ കൊടുത്തിട്ട് വെക്കുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് നിങ്ങൾക്ക് അവസാനം വളരെ ഉപകാരപ്പെടും. ഓക്കെ, ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നോക്കണം. ഓക്കെ, താങ്ക് യു.